നിങ്ങളിലധികം പേരും ഗൂഗിൾ ട്രാൻസ്ലേറ്റ് എന്ന ആപ്പ് ഉപയോഗിച്ചിട്ടുണ്ടാകാം. എന്നാൽ ഭൂരിഭാഗം പേർക്കും അറിയാത്ത കൂടുതൽ ഉപകാരപ്രദമായ ഉപയോഗങ്ങൾ ഈ ആപ്ലിക്കേഷൻ കൊണ്ട് ലഭിക്കും. നമ്മുടെ വീട്ടിൽ ഇപ്പോൾ അന്യസംസ്ഥാനക്കാരാണ് അധികവും ജോലിക്ക് വരുന്നത്. അവരോട് സംസാരിക്കാൻ ഭാഷ ഒരു പ്രശ്നമാകാറുണ്ട്. നമുക്ക് അറിയാത്ത ഭാഷ സംസാരിക്കുന്ന ഒരാളോട് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഉപയോഗിച്ച് നേരിട്ട് സംസാരിക്കാൻ കഴിയും. എങ്ങനെയെന്നല്ലേ? ദാ കണ്ടോളൂ. അധിക പേരും ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ബ്രൗസറിലാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ അതിനു പകരമായിട്ട് ഇവിടെ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യണം. ഓക്കെ, ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇനി ഓപ്പൺ ചെയ്യാം. ട്രൈ എ ന്യൂ കോൺവെർസേഷൻ എന്ന് കാണുന്നില്ലേ? അതാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. രണ്ടുപേരുമായിട്ട് സംസാരിക്കാൻ. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് പോലെയാണ് വരുന്നത്. അതൊന്ന് വലുതാക്കിയിട്ട് ഞാൻ വലതുവശത്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് രണ്ട് ലാംഗ്വേജ് കാണാം, മലയാളം, ഹിന്ദി. ഞാൻ അത് സെലക്ട് ചെയ്തതാണ്. അത് നമുക്ക് സ്വാപ്പ് ചെയ്യണമെങ്കിൽ നടുവിൽ കാണുന്ന രണ്ട് ഏറോ ക്ലിക്ക് ചെയ്താൽ മതി. കൂടുതൽ ലാംഗ്വേജസ് വേണമെന്നുണ്ടെങ്കിൽ അവിടെ ഹിന്ദി അല്ലെങ്കിൽ മലയാളം അതിന്റെ മുകളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ലാംഗ്വേജസ് വരുന്നുണ്ട്. അത് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാം. ഓക്കെ, സംസാരം സ്റ്റാർട്ട് ചെയ്യാൻ കോൺവെർസേഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേപോലെ ഒരു വിൻഡോസ് ആണ് നമുക്ക് ലഭിക്കുന്നത്. അടുത്തായിട്ട് ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. വലതുവശത്ത് മുകളിൽ കാണുന്ന സെറ്റിംഗ്സ് ക്ലിക്ക് ചെയ്താൽ നമുക്കിവിടെ ഫോണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഓട്ടോ പ്ലേബാക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സംസാരിക്കുന്നത് അല്ലെങ്കിൽ നമ്മളോട് സംസാരിക്കുന്നത് ലൈവായിട്ട് കേൾക്കുവാൻ കഴിയും. ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത് സംസാരിക്കാൻ പോവുകയാണ്. അവിടെ കേൾക്കുന്നു എന്ന് കാണുന്നുണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ സംസാരിക്കുകയാണ് വേണ്ടത്. താങ്കൾ ഏത് നാട്ടുകാരനാണ്? आप किस देश से हैं? മേ യു പി സെ ആ രഹാ ഹൂം. ഞാൻ യുപിയിൽ നിന്നാണ് വരുന്നത്. അവിടെ ഇതുപോലുള്ള ജോലികളില്ലേ? क्या वहाँ ऐसी नौकरियाँ नहीं हैं? വഹാൻ നോക്കറിയാം കം ഹെ. അവിടെ ജോലികൾ കുറവാണ്. ഇതേപോലെയാണ് ഭാഷ അറിയാത്ത ഒരു വ്യക്തിയോട് നമ്മൾ സംസാരിക്കുന്നത്. ഇത് എത്രത്തോളം ആക്യുറേറ്റ് ആണെന്ന് ചോദിച്ചാൽ നാടൻ ഭാഷ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ ശരിക്കുള്ള അർത്ഥം ഗൂഗിളിന് കിട്ടിയെന്ന് വരില്ല. അച്ചടി ഭാഷ ഉപയോഗിക്കുന്നതായിരിക്കും ഉത്തമം. ഭാഷ ഒരു പ്രശ്നമാക്കാതെ ഇനി ധൈര്യമായിട്ട് സംസാരിച്ചോളൂ. കൂടുതൽ ഉപയോഗപ്രദമായ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.